ഹായ് ഹലോ എവരി വൺ, മൈ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു 28 ഡേയ്സ് മാജിക്കൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചലഞ്ച് നടക്കുന്നുണ്ട്. അതിന്റെ 6th ഡേ ആണ് ഇന്ന്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ 5 ദിവസത്തെ ചലഞ്ച് നിങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്. പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് മാത്രം 6th ഡേ ചലഞ്ചിലേക്ക് വരാം. അപ്പൊ ഈ ഒരു 28 ഡേയ്സ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓൾറെഡി നമ്മുടെ 5th ഡേ കഴിഞ്ഞ് 6th ഡേക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം ഒരു ഡേ ഒരു കാര്യത്തിനാണെങ്കിൽ മറ്റൊരു ഡേ വേറെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഗ്രാജുവലി ഇത് എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു ഹാബിറ്റിലേക്ക്, ശീലത്തിലേക്കൊക്കെ നമ്മൾ കൺവേർട്ട് ആവുക. അപ്പൊ ഇന്നലെ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയതും പ്രാക്ടീസ് ചെയ്തതും പറഞ്ഞു തന്നത്. ഇന്ന് നമ്മൾ എന്തിനാ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വളരെ അടുപ്പമുള്ള കാര്യം തന്നെയാണ്. നമ്മളിലേക്ക് പൈസ വരുന്നത് എങ്ങനെയാ? നമ്മൾ ജോലി ചെയ്യുമ്പോൾ, അല്ലെ, വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ കരിയർ, ജോബ്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഈ ഒരു 28 ഡേയ്സ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലേക്ക് വെൽക്കം ചെയ്യാണ്. 6th ഡേ ആണ്. ഞാൻ അഞ്ജു സന്തോഷ്, സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് മാനിഫെസ്റ്റേഷൻ കോച്ച് ആണ്, ഹോപ്പ് ഹീലർ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ചില ആൾക്കാരുണ്ട്, അവരിപ്പൊ ചെയ്യുന്ന, ഞാൻ കണ്ടിട്ടുള്ള മെജോറിറ്റി ആൾക്കാരും അവരിപ്പൊ ചെയ്യുന്ന ജോലിയിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. മേ ബി അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലായിരിക്കും എത്തിയത്. മറ്റൊരാളുടെ പ്രഷർ കൊണ്ടൊരു ജോലി ചൂസ് ചെയ്ത ആൾക്കാരുണ്ടാക്കാം. ഇനി ഇതല്ല, കുറച്ചും കൂടി ഒന്ന് ചേഞ്ച് ആവണം, സ്കെയിലപ്പ് ചെയ്യണം, ഇൻകം ഒക്കെ ഒന്ന് കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ തന്നെയാണെന്നാലും നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും വേറൊന്നിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇപ്പൊ എന്തുണ്ടോ അതിൽ ഗ്രേറ്റ്ഫുൾ ആവുന്ന ഒരാൾക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. അത് പൈസ ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ആദ്യം നിങ്ങൾ വിചാരിക്കേണ്ടത്, ഈ ജോലി നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ ഇതിന് മാറാൻ ഉദ്ദേശിക്കുന്നുവെങ്കിലും ഇതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുന്നുണ്ടല്ലോ. ഇത്രയും കാലം ഈ വരുമാനത്തിലാണ് നമ്മൾ നമ്മുടെ കുടുംബവും ഫാമിലിയൊക്കെ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? ഇന്ന് നമ്മൾ നമ്മുടെ ഈ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങിയ ചലഞ്ചിൽ എന്താണ് എക്സാക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുന്നേ, നമുക്ക് പൈസ തരുന്ന, 1 രൂപയാണെങ്കിലും ഇൻകം വരുന്ന എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അതിന് എന്നും നന്ദി പ്രകടിപ്പിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. ഇനിയിപ്പോ ഒരു ജോലിയും ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്, വീട്ടിൽ ഹോം മേക്കർ ആണ്, വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ജോലിയാണ്. പക്ഷെ അതിനൊരു ഇൻകം ഒന്നും കിട്ടുന്നില്ല, അല്ലേ? ടൈം ബൗണ്ടഡ് അല്ല, ഇടുന്ന എഫേർട്ടിന് ആരും പൈസയൊന്നും തരുന്നില്ല. നമുക്ക് പരാതി ഉണ്ടെങ്കിലും ഇടയ്ക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല, അല്ലെ? പക്ഷെ അതൊരു ജോലിയാണ്. എന്നിരുന്നാലും അങ്ങനെ ഒരു ഇൻകം ഇല്ലാത്ത, ഒരു ജോബ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് അതിനു വേണ്ടി നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം, കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാര് രാവിലെ എണീക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നാളെ മുതൽ രാവിലെ നിങ്ങൾ എണീറ്റു കുളിച്ച് വൃത്തിയായി റെഡിയായി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ജോലിക്ക് പോകുന്നു, ഓഫീസിൽ പോകുന്നു, എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്താ വിചാരിക്കേണ്ടതെന്നറിയോ? നമ്മുടെ കൂടെ ഒരു ഇൻവിസിബിൾ ആയിട്ട് ഒരു മാനേജർ ഉണ്ട്. അതായത് നമ്മളെല്ലാം നോക്കും. മാനേജർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം മാനേജ് ചെയ്യുന്ന ഒരാൾ. അപ്പൊ നമ്മുടെ കൂടെ കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇൻവിസിബിൾ ആയിട്ട് ഒരാൾ നമ്മുടെ കൂടെയുണ്ട്, അദൃശ്യനായിട്ട് ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. ഇയാൾ നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അപ്പൊ നമ്മൾ രാവിലെ എണീക്കുന്നു, റെഡി ആവുന്നു, ജോലിക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പോകുന്നത് എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ജോബിന് ചെറുതോ വലുതോ എത്ര കുറച്ച് പൈസ കിട്ടുന്ന ജോലി ആയിക്കോട്ടെ, അതാണ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം. അപ്പൊ അതിന് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. നിങ്ങൾ ഓഫീസിൽ പോകുന്നു, ഓഫീസിൽ ചെല്ലുമ്പോൾ ഒക്കെ നിങ്ങൾ വിചാരിക്കും ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള മാനേജർ നമ്മുടെ കൂടെ ഉണ്ട്, ആള് നമ്മളെ നോട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കി ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ജോലി സ്ഥലത്ത് പോകുക, അവിടെയുള്ള നിങ്ങളുടെ കൊളീഗ്സ് ഉണ്ട്, അവർ നിങ്ങളോട് നല്ലോണം പെരുമാറുന്നു. നിങ്ങളുടെ ബോസ് ഉണ്ടാകാം, അത് നിങ്ങളുടെ സബോർഡിനേറ്റ്സ് ഉണ്ടാവാം, അവരോട് നന്ദി, അവരൊക്കെ നമ്മളോട് നന്നായി പെരുമാറുന്നതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു ചെയർ, ഒരു പൊസിഷൻ ഉണ്ടാവും, അതിന് നന്ദി പറയാം. ഇനി നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ കൂടെ എന്താണോ, നിങ്ങൾ ഏത് എൻവയോൺമെന്റിലാണോ അതിന് എല്ലാത്തിനും നന്ദി പറയാം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾ ആ ഒരു ജോബിൽ, ഒരു കരിയറിൽ, ആ ഒരു സ്ഥലത്ത് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇപ്പൊ ഒരു ജോലി നിൽക്കുന്നു, അത് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പ്രത്യേകം ഞാൻ പറയാണ്, ഇപ്പൊ നമുക്കുള്ള ജോലിക്ക് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാതെ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ആ ഒരു ശീലം നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക. ഇപ്പോൾ ഉള്ളതിന് നന്ദി എഴുതി തുടങ്ങുക. നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസിനും നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും എന്തിനും നമ്മൾ നന്ദി എഴുതുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കരിയർ, നിങ്ങളുടെ ജോബിലാണ്. പക്ഷെ എന്തിനും എഴുതുമ്പോൾ ആ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ,
യെസ്, 5 ദിവസം ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും എന്തിനാണ്, എന്തുകൊണ്ടാണ്, അങ്ങനെയാണ് നന്ദി എഴുതുന്നത്. എന്ത് കാര്യത്തിനാണ്. ഇപ്പൊ ഞാൻ എന്റെ ജോലി സ്ഥലത്ത് പോയി, അവിടെ എനിക്കിതാ ഇതുണ്ട്, എന്തുകൊണ്ടാണ്. അപ്പൊ എന്തിനാണ്, എന്തുകൊണ്ടാണ്, ഇന്ന കാര്യമുണ്ട്, അതിന് എന്തിനു നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നു, ഇങ്ങനെയാണ് ആ ഫോമാറ്റിൽ എഴുതേണ്ടത്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു, ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി വീട്ടിലാരോ വർക്കിന് പോകുന്നു, അവര് ഇൻകം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിന് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. ഓക്കെ. ബേസിക്കലി നിങ്ങൾ ഈ 28 ഡേയ്സിൽ ഇപ്പൊ ഒരു 5 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം, ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യേണ്ടതിന്റെ ഒരു 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 എന്താ പറയുന്നത്, ഒരു വലിയൊരു പ്ലസ് പോയിന്റ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ എന്താ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മുടെ മൈൻഡ് സെറ്റിലും നമ്മുടെ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിലും നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ വളരെ കുറയുന്നതായിട്ട് ഉള്ള ആൾക്കാർ പറയുന്നുണ്ട്. ഇനി ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ സെൽഫ് മെയ്ഡ് മില്യനേഴ്സ് അവരെന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം എന്താ പറയുക, സ്വന്തം വർക്ക് കൊണ്ടും സ്വന്തം എഫേർട്ട് കൊണ്ടും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു പാരമ്പര്യമായിട്ട് വീട്ടിലെ സ്വത്തും കാര്യങ്ങളൊന്നും ഇല്ല, അവർ സ്വന്തമായിട്ട് ഉയർന്നു വന്ന ആൾക്കാരാണ് നമ്മൾ ഈ സെൽഫ് മെയ്ഡ് അല്ലെ, മില്യനെയർ ബില്യനെയർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവര് ഒരുപാട് ഇങ്ങനത്തെ ആൾക്കാരുടെ കേസ് സ്റ്റഡീസ് എടുത്ത് നമ്മൾ പരിശോധിച്ചാല് അവരൊക്കെ ലൈഫിൽ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവരൊക്കെ ജോബില് അവർക്ക് കിട്ടിയതിന് തൊട്ട് കുഞ്ഞു കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നവനെ ലൈഫിൽ വലിയ കാര്യങ്ങൾ കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്കൊരു എന്താ നമ്മുടെ ജോലി എന്തോ അത് നമുക്ക് ഇഷ്ടമാകാം, ഇഷ്ടമല്ലാതിരിക്കാം, അതിന് മാറാൻ നമ്മൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ അത് നമുക്ക് ഇഷ്ടമില്ല, സമയം നോക്കി എങ്ങനെയെങ്കിലാണ് ജോലി ചെയ്യുന്നത്, ഒക്കെ ശരിയായിരിക്കാം. പക്ഷെ അതിൽ നമുക്കൊരു ഗ്രേറ്റ്ഫുൾനെസ് കാണിക്കാണ്ട് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുള്ള ജോലിക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും. നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് ഒരു മാനേജർ നമ്മുടെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്, നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ടോ, നോക്കുന്നുണ്ടോ. അപ്പം ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, മുഖത്ത് എപ്പോഴും ഒരു ചിരി കൊടുത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ 24/7 ഒരാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കത് എന്റെ ഉത്തരം പേഴ്സണലി, ഇത് എന്റെ പേഴ്സണൽ ഉത്തരമാണ്, ഒരിക്കലും പോസിബിൾ അല്ല. ബിക്കോസ് മനുഷ്യനാണ്, പ്രോബ്ലംസേ ഉള്ളൂ അല്ലേ. പക്ഷെ എത്ര നെഗറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റിലും നമുക്ക് ഒരു പോസിറ്റീവ് ഒരു സർക്കിൾ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. എപ്പോഴും ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, പ്രശ്നമാവുന്നത് നമ്മൾ അതിനെ പ്രശ്നമായി അപ്രോച്ച് ചെയ്യുമ്പോൾ മാത്രമാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വെച്ച് വലിയ എന്താ പറയുന്നത്, മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ജോബിന് വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഗ്രൂപ്പില് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി. അവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ എല്ലാ ദിവസവും ഫ്രീ ക്ലാസ്സുകളുണ്ട്. പിന്നെ നമ്മുടെ പെയ്ഡ് കോഴ്സസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിലാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ടാകും. ഒരു കാര്യം കൂടെ പറയാൻ വിചാരിക്കുകയാണ്, December 1 മുതൽ നമ്മൾ 5 days വാട്സ്ആപ്പ് വർക്ക്ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. വാട്സ്ആപ്പ് വഴിയുള്ള ലൈവ് അല്ല, നിങ്ങൾ പേടിക്കേണ്ട. സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഇല്ലാത്തവർ പേടിക്കേണ്ട കാര്യമില്ല. 5 days വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയുള്ള ഒരു ക്ലാസ് ആണ്. വളരെ എഫക്റ്റീവ് ആണ്. ചെറിയൊരു ഫീസിന് മാത്രം നമ്മളത് കൊടുക്കുന്നത്. ഇതിലേക്ക് ജോയിൻ ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുള്ളവർക്കും താഴെ തന്നെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാം. എല്ലാ ദിവസവും നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലാണ്, എൻഡ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കണം. നിങ്ങളുടെ കയ്യിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉണ്ട്, റോക്ക് ഉണ്ടാകുന്നു അല്ലെ. എല്ലാ കാര്യത്തിനും നമുക്ക് വരുന്ന പണത്തിനും നമ്മൾ കൊടുക്കുന്ന പണത്തിനും ഒക്കെ നമ്മളിപ്പോ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കും. ഇന്ന് നമ്മുടെ ജോലിക്കും ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം. എല്ലാവരുടെ ലൈഫിലേക്കും അബൻഡൻസും സന്തോഷവും സമാധാനവും ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത്ര നേരം എന്നെ കണ്ടുകൊണ്ടിരുന്നതിന്, എന്നെ കേട്ടുകൊണ്ടിരുന്നതിന്, ഞാൻ പറയുന്നൊക്കെ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിന്, കേട്ടാൽ മാത്രം പോലെ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ റിസൾട്ട് ഉണ്ടാവുന്നത്. ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് വൺ ഓഫ് യു. ഓക്കെ, നമുക്ക് അടുത്ത ചലഞ്ച് ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. താങ്ക് യു, ലവ് യു ആൾ.